ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്. കഥനങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണവൻ. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്. കഥനങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണവൻ. അവന് കോട്ടയും സങ്കേതവും, അവന് ജീവന്റെ സംഗീതവും, അവന് ആശയും പ്രത്യാശയും, അവനിൽ ഞാൻ ദിനം ചാരിടുന്നു. കരുതുന്ന സ്നേഹപിതാവാണവൻ. ഒരു നാളും എന്നെ പിരിയില്ല എന്നവൻ വാഗ്ദത്തം തന്നതിനാ. ഒരു നാളും എന്നെ പിരിയില്ല എന്നവൻ വാഗ്ദത്തം തന്നതിനാ. തളരേണ്ടതില്ല, ഞാൻ പതറേണ്ടതില്ല. കരുതുന്ന സ്നേഹപിതാവാണവൻ. തളരേണ്ടതില്ല, ഞാൻ പതറേണ്ടതില്ല. കരുതുന്ന സ്നേഹപിതാവാണവൻ. അവന് കോട്ടയും സങ്കേതവും, അവന് ജീവന്റെ സംഗീതവും, അവന് ആശയും പ്രത്യാശയും, അവനിൽ ഞാൻ ദിനം ചാരിടുന്നു. കരുതുന്ന സ്നേഹപിതാവാണവൻ. മധുരാജ്യമാകും വചനങ്ങളാലൻ കഥനങ്ങൾ മായ്ക്കുന്നവൻ. മധുരാജ്യമാകും വചനങ്ങളാലൻ കഥനങ്ങൾ മായ്ക്കുന്നവൻ. കുരിശോളമെന്നെ തൻ നെഞ്ചോടു ചേർക്കും. കരുതുന്ന സ്നേഹപിതാവാണവൻ. കുരിശോളമെന്നെ തൻ നെഞ്ചോടു ചേർക്കും. കരുതുന്ന സ്നേഹപിതാവാണവൻ. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരം
സ്നേഹപിതാവാണവൻ. അവനിൽ കോട്ടയും സങ്കേതവും, അവനിൽ ജീവന്റെ സംഗീതവും, അവനിൽ ആശയം പ്രത്യാശയും, അവനിൽ ഞാൻ ദിനം ചാരിടും കരുതുന്ന സ്നേഹപിതാവാണവൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ ഒരിക്കൽ കൂടി കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വിലയേറിയ ഭാഗ്യകരമായ അനുഭവമാണ് യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാനുള്ള അവസരം ലഭിക്കുക. ക്രിസ്തുവിൻ്റെ വചനമാണ് മനുഷ്യനെ ഈ ഭൂമിയിൽ സമാധാനമുള്ളവനാക്കി മാറ്റുന്നത്. ക്രിസ്തുവിൻ്റെ വചനമാണ് ഈ ഭൂമിയിൽ മനുഷ്യന് ഭാവി കാലത്തെക്കുറിച്ച് പ്രത്യാശ കൊടുക്കുന്നത്. ക്രിസ്തുവിൻ്റെ വചനമാണ് മനുഷ്യഹൃദയത്തിൽ രൂപാന്തരം വരുത്തുന്നത്. രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ തിരുവചനം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് തിരുവചനം കേൾക്കുവാനും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനുമുള്ള അവസരങ്ങൾ കർത്താവ് തന്നിരിക്കുകയാണ്. മനുഷ്യൻ്റെ മുമ്പിൽ അവസരങ്ങൾ നൽകുന്നവനാണ് യേശുക്രിസ്തു. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവന് മനം തിരിയുവാനും രൂപാന്തരം പ്രാപിക്കുവാനും ധാരാളം അവസരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നാം ധാരാളമായി യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ടിട്ടുള്ളവരാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുവാനും യേശുക്രിസ്തുവിൻ്റെ കൃപ അനുഭവിക്കുവാനും യേശുക്രിസ്തുവിൻ്റെ ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകർന്നു കിട്ടുവാനും ഭാഗ്യം ലഭിച്ചവരാണ് നാം അനേകരും. യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കുക, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും പറയാറുണ്ട്, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ വാസ്തവമായും യേശുക്രിസ്തുവിനോടുള്ള സ്നേഹമുണ്ടോ? നമ്മുടെ ഹൃദയം യേശുവിൽ ഏകാഗ്രതയുള്ളതാണോ? നമ്മുടെ ഹൃദയം ദൈവത്തോട് പറ്റുമാനമുള്ളതാണോ? അതോ നമ്മുടെ ഹൃദയം ഈ ലോകത്തിൽ മിഴുകിച്ചേർന്ന് ഈ ലോകം മാത്രം നമ്മെ ഭരിക്കുന്ന ഒരവസ്ഥയിലാണോ നാം ജീവിക്കുന്നത്? യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. വായിക്കാം. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, നിങ്ങളിത് അറിയുന്നില്ലയോ എന്ന്. അറിയുന്നില്ലയോ? മനുഷ്യനോട് ചോദിക്കുകയാണ്, ഈ വലിയ കാര്യം നിങ്ങൾ അറിയുന്നില്ലയോ? എന്ത്? ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന്. ലോകത്തെ സ്നേഹിക്കുന്ന, ലോകസ്നേഹികളായി ജീവിക്കുന്ന, ദൈവത്തെ വിട്ട് ലോകത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യനോട് ചോദിക്കുക, അവരെ വിളിച്ചിരിക്കുകയാണ്, എന്ത്? വ്യഭിചാരിണികളായുള്ളവരെ എന്ന്. നമുക്കറിയാം, എണ്ണപ്പെട്ട പാപങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യൻ ഗണിക്കുന്ന ഒന്നാണ് വ്യഭിചാരം, കൊലപാതകം, പിടിച്ചുപറി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ആ എണ്ണപ്പെട്ട പാപങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്. എന്ത്? വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് അറിയുന്നില്ലയോ എന്ന്. ദൈവത്തോട് ശത്രുതയുള്ള അനുഭവം, ദൈവം നമ്മിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവം, ദൈവം മനുഷ്യനുമായിട്ട് ഭിന്നതയുണ്ടാകുന്ന അനുഭവം എപ്പോൾ? ലോകസ്നേഹം, ലോകത്തെ സ്നേഹിക്കുമ്പോൾ, ഈ ലോകത്തിൻ്റെ അടിമയായി ജീവിക്കുമ്പോൾ. അവരെ പരിശുദ്ധാത്മാവ് വിളിച്ചിരിക്കുകയാണ്, വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന്. ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു. മനുഷ്യൻ അറിയാതെ തന്നെ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്ത്? ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ആഗ്രഹിക്കുന്നവൻ, അല്ലെങ്കിൽ ഈ ലോകത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു. ലോകത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല, ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. അനേകർക്കും തിരിച്ചറിയാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത, പ്രിയപ്പെട്ട ആത്മീയ കോളത്തിൽ നിൽക്കുന്ന പലർക്കും മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഈ ലോകസ്നേഹം, അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിക്കുക,
വ്യഭിചാരിണികളെ എന്ന് പരിശുദ്ധാത്മാവ് വിളിക്കാൻ തക്കവണ്ണം ഗണ്യമായ ഒരു പാപമാണ് ഈ ലോകത്തെ സ്നേഹിക്കുക, ലോകത്തിൻ്റെ അടിമയായി ജീവിക്കുക എന്ന്. പ്രിയപ്പെട്ട മനുഷ്യനറിയാം ഈ ലോകപ്രകാരമുള്ള വ്യഭിചാര ജീവിതം എന്താണെന്ന്. എന്നാൽ എന്താണ് വ്യഭിചാരമെന്ന് നാം മനസ്സിലാക്കണം. വ്യഭിചരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം തെറ്റായ വഴിയിൽ കൂടി ചരിക്കുക അല്ലെങ്കിൽ നടക്കുക എന്നുള്ളതാണ്. തെറ്റായ വഴികളിൽ കൂടി ചരിക്കുക, നടക്കുക, തെറ്റായ കാര്യങ്ങൾ ജീവിതത്തിൽ വരുന്നതാണ് വ്യഭിചാരം. മനുഷ്യൻ ചിന്തിക്കുന്നത് ഒരു സ്ത്രീയും പുരുഷനുമായുള്ള ബന്ധത്തിൽ മാത്രമാണ് വ്യഭിചാരം നടക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വിധത്തിൽ ഒരു ക്രിസ്തുവിനോടുള്ള മനുഷ്യഹൃദയത്തിൽ ക്രിസ്തുവിനോടുള്ള അവിശ്വസ്തതയും ഈ ലോകമോഹങ്ങൾ കൊണ്ട് ഹൃദയം വഷളായി പോവുകയും ചെയ്യുന്ന അനുഭവമാണ് വ്യഭിചാരമെന്ന് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അല്ലാതെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട് വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെക്കുറിച്ചെല്ലാം. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചു നോക്കണം. ദൈവത്തിൻ്റെ വചനം ഈ ലോകത്തെ സ്നേഹിക്കുന്ന മനുഷ്യനെ വ്യഭിചാരിണി എന്നാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ ഇന്ന് എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് വിളിക്കുന്നത്, എന്താണ് സംബോധന ചെയ്യുന്നത്? ഞാനിന്ന് ദൈവത്തിൻ്റെ ശത്രുവാണോ? ഞാനിന്ന് ലോകത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ ശത്രുവായി തീർന്നിരിക്കുകയാണോ എന്ന് നാം ചിന്തിച്ചു നോക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പറയുന്നു ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന്. ലോകസ്നേഹവും ദൈവവും തമ്മിൽ ഭിന്നതയുണ്ട്, അകൽച്ചയുണ്ട് എന്ന്. ഇവിടെ വ്യഭിചാരമെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് മനുഷ്യാത്മാവിനെ വ്യാമോഹിപ്പിച്ച് അകറ്റുന്നതായ സകല പ്രപഞ്ചമോഹങ്ങളും പ്രപഞ്ച ശക്തികളെയും കുറിച്ചാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഒരു സ്ത്രീയോടുള്ള ബന്ധത്തിലല്ല, എന്നാൽ മനുഷ്യാത്മാവിനെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് അകറ്റുന്ന ഈ ലോകത്തിൻ്റെ മോഹങ്ങളും പ്രപഞ്ചത്തിൻ്റെ പ്രലോഭനങ്ങളുമെല്ലാം മനുഷ്യഹൃദയത്തെ വഷളാക്കുന്ന അനുഭവത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇവിടെ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കാം, യാക്കോബ് ശ്ലീഹ മനുഷ്യനെ രണ്ടായി ഇവിടെ തിരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ്? ഒന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവര്, രണ്ടാമത്തെ വിഭാഗം അവർ ലോകത്തെ സ്നേഹിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചു നോക്കണം, ഞാനിതിൽ ഏത് വിഭാഗത്തിൽ പെട്ടതാണ്? എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് പറയുന്നു, എന്നാൽ എൻ്റെ ഹൃദയത്തെ ഭരിക്കുന്നത് ഈ ലോകമാണോ എന്ന്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും മനുഷ്യന് മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എന്ത്? ഇന്ന് ഈ സമയത്ത് എൻ്റെ ഹൃദയം ഇത്ര സമയം യേശുക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് യേശുക്രിസ്തുവിനെ സ്തുതിച്ച് മറ്റൊരു ചിന്തയും കൂടാതെ ഞാൻ ഇരിക്കും, അല്ലെങ്കിൽ എനിക്ക് നിൽക്കണമെന്നുള്ള ഒരു തീരുമാനം നാം എടുത്തു നോക്കിയാൽ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നത്. നമ്മുടെ ഹൃദയമാ യേശുക്രിസ്തു എന്നുള്ള ആ ഏക ബിന്ദുവിൽ നിൽക്കുന്നുണ്ടോ, അതോ നമ്മുടെ ഹൃദയത്തിലേക്ക് ലോകത്തിലെ പലതും നാം ആഗ്രഹിക്കാതെ തന്നെ കടന്നു വരികയും നമ്മുടെ ഹൃദയം അങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരനുഭവമാണോ എന്ന്. ദൈവത്തെ സ്നേഹിക്കുന്നവർ, രണ്ട് ലോകത്തെ സ്നേഹിക്കുന്നവർ. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിലാണോ അതോ ലോകത്തെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിലാണോ നാം ആയിരിക്കുന്നത് എന്ന്. ഈ രണ്ട് വിഭാഗം ആളുകളെ ഇവിടെ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ഒന്ന് ദൈവത്തിൻ്റെ മക്കള്, മറ്റൊന്ന് ദൈവത്തെ അറിയാതെ ദൈവത്തെ സ്നേഹിക്കാതെ പിശാചിനെ സ്നേഹിച്ച് പിശാചിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് ഈ ലോകത്തിൻ്റെ മക്കളായി ജീവിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, നാം ഏത് വിഭാഗത്തിലാണെന്ന് ചിന്തിച്ചു നോക്കണം. നമുക്ക് വായിക്കാം, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം വായിക്കാം. ഈ ലോകത്തിൻ്റെ ചിന്തകളും ഈ ധനത്തിൻ്റെ മോഹവും നമ്മുടെ ഹൃദയം എപ്പോഴും ഈ ലോകത്തിലേക്ക് ഒഴുകിപ്പോകുന്ന അനുഭവങ്ങളൊക്കെ അത് മനഃപൂർവ്വമായിട്ട് നാം വരുത്തുന്നതാണോ എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എവിടെ നിന്നാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെന്ന് വായിക്കാം. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത്. ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നത്. ദൈവമക്കളെ, നാം ചേർത്ത് മനസ്സിലാക്കണം, എന്ത്? നമ്മുടെ ഹൃദയത്തിൽ എന്താണോ നിറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നത്. നിങ്ങളുടെ നിക്ഷേപമുള്ളയിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത് അതാണ് പുറത്തേക്ക് വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹം നിറഞ്ഞിരിക്കുന്നുണ്ടോ നാം ചിന്തിച്ചു നോക്കണം. ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നല്ലോ വായി സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ നിന്നാണ് ഇതെല്ലാം പുറപ്പെട്ടു വരുന്നതെന്ന് നാം ചിന്തിച്ചു നോക്കണം. നമ്മുടെ ഹൃദയം എവിടെയാണെന്ന്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ
27 28 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, മനുഷ്യൻ ഇന്ന് ഒരു സ്ത്രീയുമായുള്ള ബന്ധത്തിൽ പ്രകടമായ വ്യഭിചാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അനേകർ പറയും, എൻ്റെ ജീവിതത്തിൽ അതൊന്നും ഒരിക്കലും വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും അനേകരും നല്ല ജീവിതം നയിക്കുന്നവരാണ്. ലോകപ്രകാരം ഒരു തെറ്റ് പറ്റാതെ, പ്രകടമായ പാപങ്ങളൊന്നും പറ്റാതെ ജീവിക്കുന്ന അനേകരുള്ള ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തിൻ്റെ വചനം അതിനേക്കാൾ ആഴമുള്ളൊരു കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് മലപ്രസംഗത്തില് പ്രിയപ്പെട്ടവരെ സംസാരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, സ്ത്രീയോടുള്ള ബന്ധത്തില് മനുഷ്യന് വ്യഭിചാരം വരുന്നത് എങ്ങനെയാണെന്ന് വായിക്കാം. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ന്യായപ്രമാണത്തില് കൽപ്പനകളിൽ ഒന്നാമത് ഒരു കൽപ്പന തന്നിട്ടുണ്ട്, എന്ത്? വ്യഭിചാരം ചെയ്യരുത് എന്ന്. കർത്താവ് പറയാണ്, വ്യഭിചാരം ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മോശയിലൂടെ ലഭിച്ച ന്യായപ്രമാണത്തിൽ അത് വ്യക്തമായി എഴുതിയിട്ടുണ്ടല്ലോ. എന്നാൽ കർത്താവ് പറയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത്. യേശു പറയുകയാണ്, എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ കാര്യത്തെക്കുറിച്ച് ഞാനോ നിങ്ങളോട് പറയുന്നത്. വായിച്ചോ. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു രഹസ്യമാണ്. ഇത് അനേകർക്ക് മനസ്സിലാകുന്നില്ല. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി എന്ന്, ഹൃദയം വഷളായി പോയി എന്ന്. പ്രിയപ്പെട്ടവരെ, എപ്പോൾ ഒരു ചിന്ത കൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, ഒരു മോഹം കൊണ്ട്, ഒരു ആലോചന കൊണ്ട് നമ്മുടെ ഹൃദയം വഷളായി പോയി എന്ന് പറഞ്ഞാൽ, എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് കാണുമ്പോൾ ഞാൻ വ്യഭിചാരം ചെയ്തു പോയി എന്ന്. പ്രിയപ്പെട്ടവരെ, സ്ത്രീകളോടുള്ള ബന്ധത്തിൽ കർത്താവ് ആഴത്തിലാണ് പഠിപ്പിച്ചത്. എന്ത്? പുറമേ വ്യഭിചാരം വരരുതേ എന്ന് പഴയമത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തില് അങ്ങനെയൊരു മോഹത്തോടെ, ഒരു ദുശ്ചിന്തയോടെ, പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആഗ്രഹത്തോടെ സ്ത്രീയെ നോക്കിയാല് വ്യഭിചാരം വന്നുപോയി എന്ന്, ചെയ്തു പോയി എന്ന്. പ്രിയപ്പെട്ടവരെ, അത് വ്യഭിചാരത്തിന് തുല്യമായ പാപമാണെന്നല്ല, പിന്നെയോ വ്യഭിചാരം വന്നുപോയി എന്ന്. ദൈവമക്കളെ, നാം ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് നോക്കിയേ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് നോക്കിയേ. നമ്മുടെ ഹൃദയത്തില് പ്രിയപ്പെട്ടവരെ എത്രയോ കാലം നാം പലതിനെയും താലോലിച്ചു കൊണ്ട് നടന്നു. ഒരു ഭാര്യ ജീവിതത്തിലിരിക്കെ പ്രിയപ്പെട്ടവരെ അന്യ സ്ത്രീകളെ താലോലിച്ച കാലങ്ങൾ, അവരെ സ്നേഹിച്ച കാലങ്ങൾ, അവരുടെ സൗന്ദര്യം ആസ്വദിച്ച കാലങ്ങൾ. യൗവനക്കാരാ, നീ തിരിഞ്ഞു നോക്കിയേ, ഇന്ന് നിന്റെ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നിന്റെ ഹൃദയം മറ്റു പലതിൻ്റെയും പിന്നാലെയല്ലേ, മറ്റു പലരുടെയും പിന്നാലെയല്ലേ? യൗവനക്കാരി, നീ ചിന്തിച്ചു നോക്കിയേ, നിനക്കൊരു ഭർത്താവ് ഉണ്ടെന്നാൽ മകളെ, നിന്റെ ഹൃദയം ഭർത്താവിനോട് പറ്റിച്ചേർന്നാണോ ഇരിക്കുന്നത്? അതോ ഭർത്താവിനേക്കാൾ കഴിവുള്ളവര്, സാമർഥ്യമുള്ളവര്, സൗന്ദര്യമുള്ളവര്, ഉന്നത ജോലിയുള്ളവര്, പ്രിയപ്പെട്ടവരെ പലതിലേക്ക് നോക്കിയിട്ട് എൻ്റെ ഭർത്താവിനേക്കാൾ ഭേദം അവരാണെന്നുള്ള ആ ചിന്തയാണോ ഭരിക്കുന്നത്? ദൈവമക്കളെ, നാം ചിന്തിച്ചു നോക്കണം. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണമെന്ത്? എനിക്ക് ഈ ഭൂമിയില് ഭാര്യയോടുകൂടെ ജീവിച്ച് നിത്യതയിലെത്താൻ ഏറ്റവും നല്ലൊരു ഭാര്യയാണ് നിത്യനായ ദൈവം എനിക്ക് തന്നിരിക്കുന്നതെന്ന്. ദൈവമക്കളെ, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒരു ഭർത്താവിനെ എനിക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഈ ഭർത്താവിനോടുകൂടെ ജീവിച്ചെങ്കിൽ മാത്രമേ എനിക്ക് നിത്യതയിലെത്താൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യയെ ദൈവം തന്നുവെങ്കിൽ ആ ഭാര്യയോടുകൂടെ ജീവിച്ച്, അവളെ സ്നേഹിച്ച്, അവളെ കരുതി, അവളെ ബഹുമാനിച്ച് ഒരു മനസ്സോടെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ജീവിക്കാൻ കഴിയണം. കൂട്ടായ്മയിൽ വരുന്നതിന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, നീ തിരുവചനം ആദ്യമായി കേൾക്കുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയുണ്ടോ? ഭദ്രതയുണ്ടോ? നിങ്ങളുടെ കുടുംബജീവിതം സമാധാനമുള്ളതാണോ? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളൊരു മാതൃകയാണോ? നിങ്ങളുടെ മാതാപിതാക്കളുടെ മുമ്പിൽ നിങ്ങളൊരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഹൃദയത്തിലാണ് പാപമിരിക്കുന്നത്. അനേകരുടെ ഹൃദയം വഷളായിരിക്കുകയാണ്. മറ്റുള്ളവരെ നോക്കി, പ്രിയപ്പെട്ടവരെ അന്യ സ്ത്രീകളെ നോക്കി, അന്യ പുരുഷന്മാരെ നോക്കി, എനിക്കുള്ള ഭാര്യയേക്കാൾ, എൻ്റെ ഭർത്താവിനേക്കാൾ അവര് നല്ലതാണ്, അവർക്ക് പല കഴിവുകളുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കുന്നുണ്ടോ? കർത്താവ് നമ്മെ കണക്കിടുന്നത് നമ്മുടെ ജീവിതത്തിൽ വ്യഭിചാരം ചെയ്തു പോയി എന്നാണ്. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ശ്ലീഹ പറയുകയാണ്, വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന്. കർത്താവ് ഒന്നുകൂടി ആഴത്തിലാണ് അത് പഠിപ്പിച്ചത്. കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, പാപത്തെക്കുറിച്ച് വളരെ ഗൗരവമായിട്ടും നിശ്ചിതമായിട്ടും കർശനമായിട്ടുമാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ താഴോട്ട് നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് ഇടച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയണമെന്ന്. വലങ്കൈ നിങ്ങൾക്ക് ഇടർത്ത് വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളയണമെന്ന്. ദൈവമക്കളെ, എത്ര കഠിനമേറിയ കാര്യമാണെന്ന് നാം ചിന്തിക്കും.
കർത്താവ് പാപത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു സന്ധിയുമില്ല, കർശനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണ് നിനക്ക് ഇടർച്ചയാകുന്നെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് കളയണം. പ്രിയപ്പെട്ടവരെ കൈയിടർച്ചയാണെങ്കിൽ അതിനെ വെട്ടിയെറിഞ്ഞ് കളയണം. താഴ്ത്തു വായിക്കുന്നുണ്ട്, എല്ലാ അവയവമുള്ളവനായി ഒരംഗഭംഗമില്ലാത്തവനായി നീ നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ അംഗഭംഗമുള്ളവനായി നീ ജീവനിൽ കിടക്കുന്നതല്ലേ നല്ലേന്ന്. ദൈവമക്കളെ നാം ചിന്തിച്ചു നോക്കി, നമ്മുടെ കണ്ണ് എത്രയോ വട്ടം ചൂഴ്ന്നെടുത്ത് കളയേണ്ടതായിരുന്നു. യൗവനക്കാരാ, എൻ്റെയും നിന്റെയും കൈ എത്രയോ വട്ടം വെട്ടിക്കളയേണ്ടതായിരുന്നു. ഇന്ന് അനേകർ ചിന്തിക്കും, പാപം സാരമില്ല, ഒരു ഇഷ്ടക്കുറവ് സാരമില്ല, ഒരു മുഷ്കിൽ സാരമില്ല, ഒരു കോപം സാരമില്ല, ഒരു വിദ്വേഷം ഉള്ളിലിരിക്കുന്നത് സാരമില്ല, അതാരും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന്. അല്ല സഹോദര, അതൊന്നും നിന്നെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോവുകയില്ല. ഇതെല്ലാം നിത്യനാശത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വായിച്ചേക്കാം. തീമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും. പ്രിയപ്പെട്ടവരെ, ആ കാലത്ത് മനുഷ്യന്റെ ഹൃദയത്തിൽ മനുഷ്യനെ കുറിച്ച് പറയാണ്, മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും, വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും. പ്രിയപ്പെട്ടവരെ, ഇന്ദ്രിയങ്ങളുടെ മേൽ ജയമില്ലാത്തവര്, അജിതേന്ദ്രിയന്മാരും, ഉഗ്രന്മാര്. പ്രിയപ്പെട്ടവര്, എന്തും പ്രവർത്തിക്കാൻ മടിയില്ലാത്തവര്, ഉഗ്രന്മാരും, സൽഗുണദോഷികളും, ഒരു സൽഗുണ പ്രവൃത്തികളും ചെയ്യാൻ കഴിയാത്ത സൽഗുണദോഷികളും, ദ്രോഹികളും, ധാർഷ്ട്യക്കാര്. പ്രിയപ്പെട്ടവരെ, എന്താണ് ധാർഷ്ട്യം? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒന്നിന്റെയും മുമ്പിൽ കൂസാത്ത, ആരെയും ബഹുമാനിക്കാത്ത, എന്തിനേയും ആരെയും ചോദ്യം ചെയ്യുന്ന ഒരു അഹങ്കാരമുള്ള മനസ്സ്, ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവർ ആരാണെന്ന് അവിടെ രേഖപ്പെടുത്തിയ, അവർ ദൈവപ്രിയമില്ലാത്തവരാണ്, ദൈവത്തെ സ്നേഹിക്കാത്തവരാണ്. വായിക്കാം. ഭോഗപ്രിയരായി. പ്രിയപ്പെട്ടവരെ, ഭോഗത്തിൽ, ഈ ലോകത്തിലെ സുഖങ്ങളിലെല്ലാം പ്രിയരായി, ഭക്തിയുടെ വേഷം ധരിച്ച്. അവർക്കുമുണ്ട് എന്ത്? ഭക്തിയുടെ വേഷം. അവരും ഭക്തരാണെന്ന് നടിക്കുന്നത്. അങ്ങനെ ഈ ലോകത്തെ സ്നേഹിച്ച് ഭക്തിയുടെ വേഷം ധരിച്ച് ഭോഗപ്രിയരായി അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ദൈവമക്കളെ, ദൈവത്തിന്റെ വചനത്തിന്റെ അല്ലെങ്കിൽ ദൈവാത്മാവിന്റെ ശക്തി അത് ത്യജിച്ച് കളയുന്നവരാണ്. കാരണം ഇങ്ങനെയുള്ളവർക്ക് അത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവർക്ക് അതിനാഗ്രഹമില്ല. അവരുടെ ഹൃദയം ഒരിക്കലും താഴുകയില്ല. പ്രിയപ്പെട്ടവരെ, അവർ ഉയർന്നിരിക്കുകയാണ് അവരുടെ ഹൃദയം. എൻ്റെ കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചു നോക്കണം, നമ്മുടെ ഹൃദയം അത് ദൈവമക്കളെ, നാം ശാന്തമായി ദൈവസന്നിധിയിലിരുന്ന് വായിക്കേണ്ട ഒരു വേദഭാഗമാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് തുടർന്നുള്ള എത്രയോ കൂട്ടം കാര്യങ്ങളാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തില് അതെല്ലാം നമ്മെ ഭരിക്കുന്നുണ്ടോ എന്ന് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചു നോക്കണം, നമ്മുടെ ഹൃദയം ഇതിലെല്ലാം അകപ്പെട്ടു പോയിരിക്കുന്നതാണോ എന്ന്. നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ. അത്യല്പത്തിൽ നീതികെട്ടവൻ. അത്യല്പത്തില് ചെറുതിൽ നീതികെട്ടവൻ. അധികത്തിലും അവൻ എത്ര നീതികെട്ടവൻ. വലിയ കാര്യങ്ങളിലായാലും നീതികെട്ടവനാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സിലായോ? നമ്മുടെ ഹൃദയം നീതിയുള്ളതല്ലെങ്കിൽ ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും ആ നീതികേട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ദൈവമക്കളെ, ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കണം, ഈ അന്ത്യകാല തലമുറയിൽ ജീവിക്കുന്ന ഞാൻ വിശ്വസ്തനാണോ എന്ന്. 12-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയും, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്ന്. ദൈവമക്കളെ, ഞാനും നിങ്ങളും വിശ്വസ്തരാണോ? പ്രിയപ്പെട്ടവരെ, നമ്മെ ആക്കിയിരിക്കുന്ന കുടുംബജീവിതത്തില്, നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളില്, നമ്മെ ആക്കിയിരിക്കുന്ന ഔദ്യോഗിക ജീവിതത്തില്, നാം ചേർന്ന് നിൽക്കുന്ന ആത്മീയ ജീവിതത്തില് നാം വിശ്വസ്തരാണോ എന്ന്. പ്രിയപ്പെട്ടവരെ, അവിശ്വസ്തതയുള്ള ഭക്തന്മാരില്ലാതെ പോകുന്ന ഈ തലമുറയില് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ എത്ര പേരുടെ ഹൃദയത്തിൽ പ്രാർത്ഥനയുണ്ട്, കർത്താവേ, ഈ വിശ്വസ്തന്മാരില്ലാത്ത തലമുറയില്
എനിക്കൊരാൾക്ക് കർത്താവേ വിശ്വസ്തനായി ജീവിക്കാൻ, യഹോവ ഭക്തനായി ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. നിന്റെ കൃപ എൻ്റെ മേൽ പകരണമേ. എൻ്റെ കർത്താവേ, വക്രതയുള്ള കോട്ടമുള്ള തലമുറയുടെ നടുവില് അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി ജീവിപ്പാൻ എനിക്ക് കൃപ തരണമേ. എന്നെ നിന്റെ കൃപയിൽ മറയ്ക്കണമേ എന്ന് നാം എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എല്ലാവരും പാപത്തിലാണ്, എല്ലാവരും ഇങ്ങനെയാ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് നാം ഒഴുകിപ്പോകുന്നവരാണോ? അല്ല. അതിൽ നിന്നെല്ലാം എനിക്ക് മാറി നിൽക്കണമെന്നുള്ള ഒരു ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ടോ? നമുക്ക് വായിക്കാം ലൂക്കോസിലെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. 15-ാമത്തെ വാക്യം. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സമ്പത്തുണ്ടായാലും സമ്പന്നനായാലും അവന്റെ ആ വസ്തുവകയല്ല അവന്റെ ജീവന് ആത്മാവിന്റെ ആധാരമായിരിക്കുന്നത്. വായിക്കാം. ഒരു ഭൂമിയോ അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യേണ്ടു? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവ് അതിനോട് ചേർത്ത് പറയുകയാണ്, ധനവാനായ ഒരു മനുഷ്യനെ കുറിച്ച്, ഈ ലോകത്തിൽ സമ്പത്തുള്ള സമ്പന്നനായ ഒരു മനുഷ്യനെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, ഈ യാക്കോബയുടെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ നാം വായിച്ചു കേൾക്കുന്നുണ്ട് ധനവാന്മാരെ കുറിച്ച്. അല്ലയോ ധനവാന്മാരെ എന്ന് അവിടെ സംബോധന ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ധനമുള്ളത് പാപമാണോ? സമ്പത്തുള്ളത് പാപമാണോ? ഈ ലോകത്തിൽ ധനവാനായത് പാപമാണോ? അല്ല പ്രിയപ്പെട്ടവരെ. പഴയ നമ്മൾ പഠിക്കുമ്പോൾ യോബ് ബഹു സമ്പന്നനായിരുന്നു, അബ്രാഹാം ബഹു സമ്പന്നനായിരുന്നു. പ്രിയപ്പെട്ടവരെ, സമ്പത്തുള്ളവരെല്ലാം നരകത്തിലേക്ക് പോകുമെന്ന് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. എന്നാൽ എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമാകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ സമ്പത്ത് മനുഷ്യന് സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ തടസ്സമായി തീരാവുന്നതാണെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമ്പത്തില്ലാത്തവരെല്ലാം ദൈവരാജ്യത്തിലെത്തുമെന്നാണ് ഒരിക്കലുമല്ല. സമ്പത്തുണ്ടെങ്കിലും സമ്പത്തില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ യേശുക്രിസ്തുവിനോടുകൂടെ ജീവിച്ച് യേശുക്രിസ്തുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച് യേശുക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ നോക്കി പാർത്തിരുന്നെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിലെത്തുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറിയിടുവീൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും, നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. ഉടുപ്പ് പുഴുവരിച്ചും പോയി. പ്രിയപ്പെട്ടവരെ, ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, അവിടെ പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് ജീവിച്ച ഒരു ധനവാനെ കുറിച്ച്. ദൈവമക്കളെ, അവൻ വേറെ പാപമൊന്നും ചെയ്തു എന്ന് അവിടെ എങ്ങും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. എന്നാൽ ഈ വചനത്തോടനുബന്ധിച്ച് നാം മനസ്സിലാക്കണമെന്ത്, അവന് ദൈവത്തോട് സ്നേഹമില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ ദൈവഭയമുള്ളവനായിരുന്നില്ല. അവൻ ഈ ലോകത്തിന്റെ അടിമയായിരുന്നു. ഇവിടെ 12-ാം അധ്യായത്തിലും കർത്താവ് ഒരു ധനവാനെ കുറിച്ചാണ് പറഞ്ഞത്. അവനും വ്യഭിചാരം ചെയ്തു എന്നോ മദ്യപാനം ചെയ്തു എന്നോ പ്രിയപ്പെട്ടവരെ എണ്ണപ്പെട്ട പാപമൊന്നും ചെയ്തു എന്ന് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. എന്നാൽ അവന് ധാരാളം സമ്പത്തുണ്ടായി. അവന്റെ വസ്തുവകയെല്ലാം കുമിഞ്ഞുകൂടി വന്നു. അവന്റെ ഭൂമി നന്നായി വിളഞ്ഞു. ദൈവമക്കളെ, അവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിന്തിക്കുകയാണ്, എൻ്റെ ഈ വസ്തുവകയ്ക്ക് എന്ത് ചെയ്യും? അവൻ തന്നെ തീരുമാനമെടുത്തു, എന്ത്, ഇതെല്ലാം എൻ്റെ കളപ്പുരിയൊക്കെ പൊളിച്ച് വലുത് പണിത് അതിൽ സ്വരൂപിച്ച് വെക്കും. എന്നിട്ട് അവനോട് തന്നെ അവൻ പറയുകയാണ്, എനിക്കിനി ഏറിയ ആണ്ടുകൾക്കുള്ളത് ഞാൻ സ്വരൂപിച്ച് വെച്ചിരിക്കുകയാണ്. അവനോട് പറഞ്ഞു, എന്ത്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഇനി ഭയപ്പെടാനില്ല, ഒന്നിനെ കുറിച്ചും ചിന്തിക്കാനില്ല, നാളെ എന്തെല്ലാം പ്രതിരോധങ്ങൾ വരുമെന്ന് എനിക്ക് ചിന്തിക്കാനില്ല. കാരണം എനിക്കും എൻ്റെ തലമുറയ്ക്കും ദീർഘനാളുകൾക്കുള്ളത് ഞാൻ സമ്പാദിച്ചു വെച്ചിരിക്കുകയാണെന്ന്. ദൈവമക്കളെ, നാം ചിന്തിച്ചു നോക്കി, ധനവാന്മാരെ കുറിച്ച് കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ്? അവൻ പിടിച്ചു പറിച്ചതാണെന്നോ അവിഹിതമായി സമ്പാദിച്ചതാണെന്നോ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. അവന്റെ അധ്വാന ഫലമാണ്. എന്നാൽ ദൈവമക്കളെ, നാം മനസ്സിലാക്കണമെന്ത്, അവന്റെ അധ്വാന ഫലം പ്രിയപ്പെട്ടവരെ, അവന്റെ ആശ്രയം അതിൽ മാത്രമായിരുന്നു. ദൈവം അവനൊരു വിഷയമായിരുന്നില്ല. ദൈവം എന്നൊരു പദം അവൻ ഉപയോഗിക്കുന്നില്ല. ദൈവമക്കളെ, അതുകൊണ്ട് അവനെ കർത്താവ് ഒരു വാക്ക് വിളിക്കുന്നുണ്ട്. അതിന്റെ 20-ാമത്തെ വാക്യം, ആ ദേശത്തുള്ളവര്, അവന്റെ മക്കള്, സ്വന്തക്കാരൊക്കെ പറഞ്ഞു കാണും, എത്ര ധനവാനായ മനുഷ്യൻ, എത്ര സമ്പന്നനായ മനുഷ്യൻ, അവനെ എത്ര ആദരവോടും പകുതിയോടും കൂടി ആരെങ്കിലും നോക്കിക്കാണും പ്രിയപ്പെട്ടവരെ. എന്നാൽ എന്റെ കർത്താവ് ഈ മൂഢമായ ചിന്ത കൊണ്ട്, എനിക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായതുണ്ടെന്ന് ചിന്തിച്ച് അവൻ കിടക്കയിൽ കിടക്കുമ്പോൾ അവൻ അന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്ത്, അവനെ ദൈവം ഒരു പേരാണ് വിളിച്ചത്. വായിച്ചോ.
മൂഢ, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്കാകുമെന്ന്. ദൈവമക്കളെ, അവൻ ലോകപ്രകാരം സമ്പന്നനായിരുന്നു, ധനികനായിരുന്നു, ഏറിയ ആണ്ടുകൾക്ക് വേണ്ടത് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ദൈവം അവനെ വിളിച്ചത് മൂഢ എന്നാണ്. ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന്. ദൈവമക്കളെ, നാം ചിന്തിക്കണം, നാം ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന്. നാം ഈ ഭൂമിയിൽ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നത് ആർക്കാകുമെന്ന്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തില് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചു പുളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. ധനവാനായ മനുഷ്യൻ, ദൈവത്തെ കൂടാതെ ജീവിക്കുന്ന മനുഷ്യൻ, അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, കുല ദിവസത്തിൽ എന്ന പോലെ. കൊല്ലുവാനുള്ള ഒരു മൃഗത്തിന് പ്രിയപ്പെട്ടവരെ ആ കൊല്ലുന്ന ദിവസവും ഭക്ഷണം കൊടുക്കുന്നത് പോലെ ധനവാന്മാരെ നോക്കി ആത്മാവ് പറയുകയാണ്, ആ മരണ ദിവസം വരെ, നിങ്ങളുടെ അവസാന വിനാഴിക വരെ നിങ്ങൾ സുഖിച്ച് പുളച്ച് മതിച്ചിവിടെ ജീവിക്കുന്നു. എന്നാൽ പെട്ടെന്ന് നാശം നിങ്ങളുടെ മേൽ വരുമെന്ന്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനെ ദൈവം വിളിച്ചത് മൂഢ എന്നാണ്. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം നാം അടയ്ക്കാം. നാം ആ കുരിശിലേക്ക് ഒന്ന് നോക്കി ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ആ ധനാട്യനായ, തനിക്ക് തന്നെ സ്വരൂപിച്ചു വെച്ച, ഏറിയ കാണ്ഡത്തേക്ക് നിക്ഷേപം സ്വരൂപിച്ചു വെച്ച ആ മനുഷ്യനെ മൂഢ എന്ന് വിളിച്ചതുപോലെ ഈ എന്നെ മൂഢ എന്നാണോ വിളിക്കുന്നത്? ഇന്ന് രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കുമെന്നുള്ള ആ സ്വരം നീ കേൾക്കുന്നുണ്ടോ സഹോദര? ഇന്ന് രാത്രി, ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി തന്നെ ആയിരിക്കാം എൻ്റെയും നിങ്ങളുടെയും പ്രാണനെ ദൈവം ചോദിച്ചാൽ, ഞാനും നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണ്? എവിടെ എത്താനാണ് നാം ഒരുങ്ങിയിരിക്കുന്നത്? എവിടെയാണ് എൻ്റെ നിത്യത? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സഹോദര, സഹോദരി? ഇന്ന് നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കണം, എൻ്റെ നിത്യത എവിടെയാണെന്ന്, ഞാൻ ഏതിനു വേണ്ടിയാണ് ഒരുങ്ങിയിരിക്കുന്നതെന്ന്, ഞാൻ എന്തിനു വേണ്ടിയാണ് കരുതിയിരിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിനായി സമർപ്പിക്കാം. ലോകം വെറുത്ത്, പ്രിയപ്പെട്ടവരെ, ലോകം ഉപേക്ഷിച്ചു പോകാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ കർത്താവെ, നിന്നെ സ്നേഹിച്ച് നിന്റെ മക്കളായി നിന്റെ വരവിനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ ഞങ്ങളെ ആക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ.